ബിഗ് ബോസ് മലയാളം സീസൺ 6 നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം നമ്മുടെ സായിയുടെയും സിജോയുടെയും ഗെയിം നമ്മളെല്ലാവരും ഇന്ന് കണ്ടതാണ്. പെങ്ങളുകുട്ടിക്ക് ഒരു പോയിന്റ്, അതായിരുന്നു ഇന്നത്തെ സായിയുടെയും സിജോയുടെയും ലക്ഷ്യം. അതെന്തായാലും അവരൊരു പോയിന്റ് വാങ്ങിച്ചു കൊടുത്തു. പെങ്ങളുകുട്ടിയെ ഏകദേശം സേഫ് ആക്കിയിട്ടുണ്ട്. ഒരു പോയിന്റ് കൊടുത്ത് പെങ്ങളുടെ പിണക്കമൊക്കെ മാറ്റി. പെങ്ങളുകുട്ടി മാറ്റി. ഇപ്പൊ ഇന്നലെ ആണെങ്കിൽ പെങ്ങളുകുട്ടി പറഞ്ഞത് എവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോണെന്നാ പറഞ്ഞത്, റൂമിൽ എനിക്ക് നിങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ലെന്നാ പറഞ്ഞത്. പിന്നെ പുറകെ നടന്ന് പക്ഷെ നമുക്ക് ഈ ലൈവ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നി ഇതെന്തിനാ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഇത്രയും ഇതാക്കി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന്. അതിനുശേഷം ഇന്ന് പെങ്ങളുകുട്ടി ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് പെങ്ങളുകുട്ടിക്ക് ഒരു പോയിന്റ് എന്തായാലും രണ്ടാങ്ങളമാരും കൂടി ചേർന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ടാസ്ക് മൊത്തവും ഇല്ലാതാക്കിയിട്ടാണ് അങ്ങനെ ഒരു പോയിന്റ് കൊടുത്തത് തന്നെ. പെങ്ങളുകുട്ടിക്ക് വേണ്ടി അവരെന്തും ചെയ്യും എന്നുള്ളൊരു ഉദാഹരണമാണത്. പെങ്ങളുകുട്ടിയെ അവർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഇപ്പോൾ ആ ഹൗസിൽ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യാൻ വന്നത് നമ്മുടെ സായിയുടെ വൈഫ് സ്നേഹ. സത്യം പറഞ്ഞാൽ ഞാൻ ആ ലൈവ് കൊണ്ട് ചിരിച്ചു പോയി കേട്ടോ. സ്നേഹ തന്നെ ആ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കേൾക്കണം. സായിയുടെ വൈഫിന് പോലും അതെങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്നുള്ളത്. തീർച്ചയായിട്ടും സായിയുടെ വൈഫ് അത് സത്യം പറഞ്ഞാൽ ട്രോളൊന്നുമല്ല കേട്ടോ, ട്രോളിയൊന്നുമല്ല, കൃത്യമായ വിലയിരുത്തലായിരുന്നു. അത് പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നതെന്ന്. ഇത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർ ആര് ഈ ലൈവ് കണ്ടവർക്ക് ഒരുമാതിരി സിജോയുടെ ഫാൻസിനാണെങ്കിലും ശരി, സായിയുടെ ഫാൻസിനാണെങ്കിലും ശരി, അവർക്ക് പോലും കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട് കാണുമോ എനിക്ക് സംശയമുണ്ട്. കാണാൻ സാധ്യത കുറവാണ്. എന്തായാലും ഞാനിന്ന് റിയാക്ട് ചെയ്യാൻ ഇപ്പൊ പോകുന്നത് നമ്മുടെ സ്നേഹയുടെ വീഡിയോ ആണ്. നമുക്കൊന്ന് കാണാം. അനിയത്തിപ്രാവിന് അയ്യോ സോറി, പാട്ട് മാറിപ്പോയി. വെണ്ണീല കൊമ്പിലെ അയ്യോ അതും മാറിപ്പോയി, സോറി. ആദ്യമേ പാട്ടിലൂടെയാണ് തുടങ്ങുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ അനിയത്തിപ്രാവിന്റെ ആ പാട്ട് വരാൻ കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ 3 പേരെ വെച്ച് നല്ല ട്രോൾ ഇറങ്ങുന്നുണ്ട്. ഈ പാട്ടൊക്കെ വെച്ച് അനിയത്തിപ്രാവിന്റെയും ഈ വെണ്ണില കൊമ്പിലെ രാപ്പാടിയൊക്കെ വെച്ചിട്ട് ഒരുപാട് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവരെ കണ്ടാൽ നമുക്ക് ചിരി വരും. ചിരിച്ച ഒരു പരുവത്തിലായിരിക്കുക ഞാൻ. ആ കൂട്ടത്തിലാണ് ഈ സ്നേഹയുടെ വീഡിയോയും കണ്ടത്. സ്നേഹയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അവരും വലിയ ചിരി വന്നു. സ്നേഹ കൃത്യമായിട്ട് ഇതിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഗെയിമിനെ കുറിച്ച് വിലയിരുത്തുന്നുമുണ്ട്. ഈ നല്ല ഗെയിം കളിക്കേണ്ടത് പെങ്ങളുകുട്ടിക്ക് വീട് കൊടുക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പെങ്ങളുകുട്ടിക്ക് ഒരു പോയിന്റ് എന്ന നിലയിലേക്ക് അത് മാറി. ആദ്യം പണപ്പെട്ടിയായിരുന്നു, പിന്നെ വീടായി, ഇപ്പൊ പോയിന്റിലേക്കായി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നല്ലപോലെ ഗെയിം കളിക്കുക എന്നാണ് ചുരുക്കം പറഞ്ഞാൽ സ്നേഹ അവിടെ പറയുന്നത്. പക്ഷെ സ്നേഹ പറയുന്നത് കേൾക്കാൻ തന്നെ നമുക്കൊരു രസമുണ്ട്. തീർച്ചയായിട്ടും ഈ ട്രോളർമാരൊക്കെ ഒരു ട്രോളാൻ ചാൻസ് കൂടുതലാണ് സ്നേഹയുടെ വീഡിയോ. ഓക്കെ, നമുക്ക് ബാക്കി കൂടെ കാണാം. അപ്പോൾ ഈ പാട്ട് പാടാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിഞ്ഞിരിക്കണമല്ലോ. നമ്മുടെ പെങ്ങളുട്ടി പസം എന്താ പെങ്ങളുട്ടിക്ക് കപ്പല്ല, പെങ്ങളുട്ടിക്ക് ഒരു വീട് പദ്ധതി, അല്ലെങ്കിൽ പെങ്ങളുട്ടിക്ക് ഒരു വീട് പദ്ധതി ഇല്ലെങ്കിൽ പെങ്ങളുട്ടിക്ക് ഒരു പോയിന്റ്. ഇതാണ് ഇന്നത്തെ ലൈവിന്റെ അവസ്ഥ. സത്യമായിട്ടും പെങ്ങളുകുട്ടിക്ക് ഒരു വീടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പൊ പെങ്ങളുകുട്ടിക്ക് ഒരു പോയിന്റ്, അതാണ് അവസ്ഥ. സത്യമായിട്ടും അതാണ് നടന്നത് തന്നെ. ആദ്യമേ ഇവർ പ്ലാൻ ചെയ്തത് പണപ്പെട്ടി കൊടുക്കുക എന്നുള്ളതാണ്. പെങ്ങളുകുട്ടിക്ക് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോട്ടെ എന്ന്. അത് ജിൻഡോ അടുത്ത് പറഞ്ഞു. ജിൻഡോ അത് ഫ്ലാഷാക്കി, അവർ എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അത് ഫ്ലോപ്പായി. പിന്നെ രണ്ടാമത് ഇവർ തന്നെ പ്ലാൻ ചെയ്ത് ഇവർ തന്നെ ഹൗസിൽ ഇരുന്നുകൊണ്ട് 3 പേരും കൂടെ ഈ പെങ്ങളും 2 ആങ്ങളമാരും കൂടി ഇരുന്നുകൊണ്ട് അവിടുന്ന് തന്നെ വെളിയിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറയുന്നുണ്ടായിരുന്നു. പെങ്ങളുകുട്ടിക്ക് ഒരു വീട് എന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് അവരൊരു നാടകം കളിച്ചു. അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തലേ ദിവസവും രാവിലെയും എല്ലാം നന്ദനയുടെ ജീവിതകഥ പറയൂ, അല്ലെങ്കിൽ നന്ദനയുടെ വീടിനെ പറ്റി പറയൂ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു ഒരു വീട് പദ്ധതി. പക്ഷെ നല്ലതാണ്, ഒരു വീട് കിട്ടുന്നതിന് നമുക്ക് അന്നത്തെ ഇതൊന്നും പറയാനില്ല. പക്ഷെ അത് വെച്ചൊരു ഗെയിമാണ് അവർ കളിച്ചത്. പ്രേക്ഷകർ പുറത്താക്കരുത് നന്ദനയ്ക്ക് ഒരു വീടിന്റെ ആവശ്യമുണ്ട്. ശരിയാണ്, എല്ലാവർക്കും വീടിന്റെ ആവശ്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ കേട്ടപ്പോൾ തന്നെ ഞാൻ പല കമന്റുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതിനകത്തൊക്കെ പറയുന്നുണ്ട് അതൊരു പാവമല്ലേ, അവിടുന്ന് വീട് പണപ്പെട്ടി എടുത്ത് വീട് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, വീട് വെക്കണേ വെക്കട്ടെ എന്ന്. അതിനൊക്കെ നമ്മൾ സപ്പോർട്ടാണ്. പക്ഷേ അതിനുശേഷം നന്ദനയുടെ ഗെയിം, അവിടെ നിൽക്കുന്ന ആളുടെ ഗെയിം നോക്കിയാണ് ഈ വോട്ട് പോകുന്നത്. ആ ഗെയിം മൊത്തവും നന്ദനയുടെ ഗെയിം കൊണ്ട് തന്നെ നന്ദന നെഗറ്റീവ് ആവുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച എല്ലാവരും പറയുന്നത് നോറയെ പുറത്താക്കണം, നോറ പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിൽ ആർക്കും അങ്ങനെ വലിയ സപ്പോർട്ടുകളൊന്നുമില്ല. 1-2 പേർക്ക് ഒഴിച്ച് ബാക്കി ആർക്കും വലിയ സപ്പോർട്ടൊന്നുമില്ല. പിന്നെ നിഷ്പക്ഷമായ വോട്ടുകളും അല്ലാത്ത വോട്ടുകളൊക്കെ വീഴുന്നതുകൊണ്ടാണ് ഈ ഓരോരുത്തർ നിന്ന് പോകുന്നത്. അതിനിടയ്ക്കാണ് നോറയെ പുറത്താക്കണം എന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആരോ വന്നുകൊണ്ടിരുന്ന സമയത്താണ് നന്ദന നെഗറ്റീവ് പ്ലേ അവിടെ തുടങ്ങിയത്. നന്ദന റിയാക്ട് ചെയ്യുന്നതൊക്കെ ഇപ്പൊ ജിൻഡോക്കെതിരെ ആയിക്കോട്ടെ, അർജുനെതിരെ, ആർക്കെതിരെ ആയിക്കോട്ടെ വല്ലാത്ത രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ജാസ്മിനെതിരെ ആയിക്കോട്ടെ, എല്ലാവർക്കെതിരെയും
നോമിനേഷൻ വന്നേ പിന്നെ വല്ലാത്തൊരു റിയാക്ഷനൊക്കെയാണ്. അവിടെ വലിയൊരു ഡ്രാമ കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് കാണുമ്പോൾ. എന്ന് വെച്ചാൽ ഞാൻ നോമിനേഷന് വന്നിട്ടുണ്ട്, ഞാൻ നിന്നാ നിൽക്കും, പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട് എന്നൊക്കെയാണ് നന്ദന പറയുന്നത്. ഈ നോറയെ പുറത്താക്കണം എന്ന് പറഞ്ഞ് ഈ വന്നുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ നന്ദനെ പുറത്താക്കണം എന്നുള്ള രീതിയിലേക്കായി. അത് നന്ദന തന്നെയാണ് അതിന് കാരണം. അപ്പൊ നമുക്കൊരു പണപ്പെട്ടി വേണം, പണപ്പെട്ടി എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിൽക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നന്ദന വന്ന സമയത്തുണ്ടാക്കിയ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയില്ലെങ്കിലും ചെറിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റി. അതിനുശേഷം ഒന്നും ഉണ്ടാക്കിയിട്ട് ഒരിതും ഇല്ല. ഇപ്പൊ സായിയുടെയും സിജോയുടെയും കൂടെ നടക്കുന്നത് കൊണ്ട് ഒരു പെങ്ങൾ കുട്ടി എന്നൊരു ലേബൽ കിട്ടി. ആ ലേബൽ പക്ഷെ നാശം ഉണ്ടായത് മൊത്തവും, ആ ലേബലിൽ നെഗറ്റീവ് വന്നത് മൊത്തവും സായിക്കും സിജോയ്ക്കുമാണ്. പെങ്ങളെ കുട്ടി ഇപ്പൊ സായും സിജോയും വെച്ച് ഗെയിം കളിക്കുവാണോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട്. അത് ആ വീഡിയോ നിങ്ങൾ സീക്രട്ട് ഏജന്റിന്റെ ഇതിൽ കയറി നോക്കിയാൽ അത് സ്നേഹ വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്നേഹയുടെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. സ്നേഹ തന്നെ അത് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നന്ദനയുടെ ഗെയിം പ്ലാൻ ആയിരിക്കാം. ഇവര് രണ്ടുപേരും ഇരുന്ന് ഭയങ്കര ഗെയിം പ്ലാനിങ് ആണ്, സിജോയും സായിയും. പക്ഷെ ഇവരുടെ ഗെയിം പ്ലാനിന് മേളിലാണോ ഇനി നന്ദനയുടെ ഗെയിം പ്ലാൻ എന്നറിയില്ല. എന്തായാലും ഈ ആഴ്ച പോകുന്നത് നന്ദനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോറ പോകേണ്ട സ്ഥലത്താണ് ഈ നന്ദന പോകുന്നത് എന്ന് ഓർക്കണം. ഇന്നത്തെ ലൈവിന്റെ അല്ലേ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഇപ്പൊ ഈ ആഴ്ചയായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. എന്താ ചെയ്യാനാണ്, പെങ്ങളുട്ടി പാസ് ഇങ്ങനെ തുളുമ്പി നടക്കുകയാണ്. അയ്യോ എനിക്ക് കാണാൻ വയ്യ, സത്യമായിട്ടും കാണാൻ വയ്യ, ഭയങ്കര ക്രിഞ്ച് അടിക്കുന്നു. സ്നേഹയ്ക്ക് കാണാൻ വയ്യ, ഈ പ്രേക്ഷകരെ അപ്പൊ സമ്മതിക്കണ്ടേ? സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ രാവിലെ മുതൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കാണാൻ വയ്യേ, ഇതെന്തോ ഈ കാണിക്കുന്നത്. ഇന്നലെ തുടങ്ങിയതാണ്, ഇന്നലെയാണ് അത് കുറച്ച് കൂടുതലായത് സത്യം. അതിനുശേഷം പ്രേക്ഷകർ കമന്റ് ഇടാൻ തുടങ്ങി. ഓരോ യൂട്യൂബ് ചാനലിന്റെ ഒക്കെ താഴോട്ട് പോയി നോക്കിയാൽ അറിയാം ഇതെങ്ങനെയെങ്കിലും ഇവരൊന്ന്. അവസാനം പറയുന്നത് ഈ നന്ദനയുടെ കൂടെ സായിയെ കൂടെ അത് പുറത്താക്കാവുന്ന, ആ സായിയാണ് സിജോയുടെ ഗെയിം കളയുന്നതെന്ന്. അത്രയ്ക്ക് ബോറാണ് ഈ കോംബോ, ഈ 3 പേര് തമ്മിലുള്ള ഈ കോംബോ. ഒരു കാരണം ഈ സീസൺ എന്ന് പറഞ്ഞ കോംബോ ഒരിക്കലും ഹിറ്റാകാത്ത സീസണാണ്. ഒരു കോംബോയും ഹിറ്റായിട്ടില്ല. ഗബ്രി, ജാസ്മീന്, അർജുൻ, ശ്രീതു, ഇപ്പം പെങ്ങള്. അപ്പം ഈ 3 കോംബോയും ഫെയിലിയർ ആണെന്നുള്ള കാര്യം, അത്ര ഫെയിലിയർ ആണെന്നുള്ളത് വെളിയിരിക്കുന്ന പ്രേക്ഷകർക്കറിയാം. പക്ഷേ അകത്തിരിക്കുന്ന സിജോയും സായും വിചാരിക്കുന്നത് ഇത് വലിയൊരു കോംബോ ആയിട്ട് വെളിയിൽ പോകുന്നതായിരിക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് അവരുടെ മനസ്സിലെന്ന് എനിക്ക് തോന്നുന്നു. നല്ല 5 പൈസക്കില്ലാത്ത ഒരു കോംബോ പോയി സത്യം പറഞ്ഞാല്. പെങ്ങളുട്ടിക്ക് ഒരു പണപ്പെട്ടിയായിരുന്നു ആദ്യം. ആ ഒരു പ്ലാൻ അവിടെ നടക്കാത്തതുകൊണ്ട് ഇപ്പൊ പെങ്ങളുട്ടിക്ക് ഒരു വീട് പദ്ധതിയായിരുന്നു. ആ ഒരു പ്ലാൻ നടക്കാത്തതുകൊണ്ട് അവസാനം പെങ്ങളുട്ടിക്ക് ഒരു പോയിന്റ് നേടിക്കൊടുക്കുന്ന സംഭവം തന്നെയായിരുന്നു എന്തായാലും ഇന്ന് ഫുൾ ഉണ്ടായിരുന്നത്. പക്ഷെ ആ ജിൻഡോനെ തോൽപ്പിക്കുന്നതിന്റെ ഇടയിൽ കൂടെ നന്ദനയ്ക്ക് പോയിന്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെ, ജിൻഡോയെ തോൽപ്പിക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ, ജിൻഡോയെ തോൽപ്പിക്കുന്നതിന്റെ ഇടയിൽ കൂടെ നന്ദനയ്ക്ക് ഒരു പോയിന്റ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് കൃത്യമായിട്ട് അവിടെ സ്നേഹ പറയുന്നുണ്ട്. ഗെയിമിന്റെ സ്പീഡിൽ എടുക്കണം. കൂടുതലും ഈ സിജോ നമുക്ക് നമ്മൾ ഈ ഗെയിമുകളൊക്കെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും. പല ഗെയിമുകളിലും സിജോയും സായും അവരുടെ പ്ലാനിങ് അനുസരിച്ചാണ് കളിക്കുന്നത്. കള്ളക്കളികളും കളിക്കുന്നുണ്ട്. ഓക്കെ, അത് ഗെയിമിനകത്ത് നമ്മൾ എങ്ങനെയും ഗെയിം ജയിക്കുക എന്നുള്ളതാണ് ഏത് വിധേനയും. പക്ഷേ ആ ഏത് വിധേനയും ജയിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഇപ്പൊ സിജോ സായി ഒരു ടീമിലായിരുന്നപ്പോൾ അവർ അങ്ങനെ കളിച്ച് അവർ ആ ഗെയിം പോയിന്റ് നേടാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് പെങ്ങളെ കുട്ടിക്ക് വേണ്ടിയിട്ട് അവരവിടെ ചാവേറാകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവർ രണ്ടുപേരും ഈ സീസണിൽ ഒരു ചാവേറാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സിജോയ്ക്കും സായിക്കും വരുന്ന ഇന്നത്തെ ഈ ഒരു ഗെയിം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് സിജോയ്ക്കും സായിക്കും വരുന്ന ഹേറ്റ് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നമ്മൾ നിഷ്പക്ഷമായിട്ട് ഫാൻ ബേസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ഭയങ്കര ഹേറ്റാണ് വരുന്നത്. ചിലപ്പോൾ സിജോയും പുറത്തു പോയേക്കാം അടുത്ത ആഴ്ച, പറയാൻ പറ്റത്തില്ല. സിജോയ്ക്ക് ഒന്നാമതേ ഈ പറഞ്ഞ ഹൈപ്പൊന്നും ഇല്ല. ഇപ്പം നമ്മൾ ഏത് പോൾ എടുത്ത് നോക്കിയാലും യൂട്യൂബിലായിക്കോട്ടെ വേറെ ഏത് സോഷ്യൽ മീഡിയയിലും പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. 4%, 5% അല്ലെ 6%-ക്കുള്ളിൽ പോകുന്നില്ല. പക്ഷെ ഇന്നലെയൊക്കെ നല്ല കളിച്ചു വന്ന സിജോ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല രീതിയിൽ കളിച്ച് മുന്നേറ്റ് വരുമായിരുന്നു. പക്ഷെ ആ ഗെയിമിനെ കൂടെ നശിപ്പിച്ച് കളഞ്ഞു ഈ പെങ്ങളുകുട്ടി എന്ന് വേണം പറയാൻ. നന്ദന അവിടെ ഇരുന്നിട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു പോയിന്റ് നേടട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും ഒരു പോയിന്റ് നേടട്ടെ പറഞ്ഞ് നടക്കണം. അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കണം. അല്ലാതെ ആങ്ങളെ സ്നേഹവും ആങ്ങളപ്പാസും കാണിച്ചിട്ടല്ല ജയിക്കേണ്ടത്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ എന്തൊക്കെയാണ് രാത്രി അവർ രണ്ടുപേരും പറഞ്ഞത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം സ്നേഹ തന്നെ കലിപ്പിലാകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്നേഹ നല്ല കട്ട കലിപ്പിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നിനക്കൊരു പോയിന്റ് വേണം എന്ന്, നന്ദനയ്ക്ക് ഒരു പോയിന്റ് വേണം എന്നുണ്ടെങ്കിൽ നന്ദന ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കണം. അല്ലാതെ ചേട്ടനാണ്, അനിയനാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ബ്രദർ സിസ്റ്റർ ബന്ധമാണെന്ന് പറഞ്ഞിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് സ്നേഹയ്ക്കും ഫീൽ ചെയ്തത്. സ്നേഹയ്ക്ക് നല്ല കളിപ്പുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആരായാലും കളിച്ചു പോകും. ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നമ്മൾ വരെ കളിപ്പിലായിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് സ്നേഹ പറയുന്നത് ഇന്നലെ രാത്രിയിലത്തെ കാര്യം. ഇന്നലെ രാത്രിയിൽ നിങ്ങൾ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട്
പോയി പിണങ്ങിയിരുന്ന നന്ദനയോട് സായിയും സിജോയും കൂടെ പുറകെ നടക്കുക, അങ്ങ് മിണ്ടണം, അല്ലെങ്കിൽ ഇതാണ് കാര്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇങ്ങനെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല നന്ദന. അപ്പൊ എനിക്ക് തോന്നുന്നത് നന്ദന ഇവരെ വെച്ച് ഗെയിം കളിക്കുന്നു എന്നുള്ളതാണ്, സിജോയെ സായിയെ വെച്ച് ഗെയിം കളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ നിങ്ങൾ ജയിപ്പിച്ചില്ല, എന്നെ നിങ്ങൾ തോൽപ്പിച്ചു, നിങ്ങൾ എന്റെ സൈഡിൽ നിന്നില്ല എന്നിട്ട് അവിടുന്ന് ആട്ടി വിടുണ്ടായിരുന്നല്ലോ ആങ്ങളമാരെ. അപ്പോഴൊന്നും ഈ ആങ്ങളമാരെ പിന്നാലെ നടക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? എനിക്കത് ഒരിക്കലും മനസ്സിലാവാത്ത കാര്യം, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഗെയിമൊക്കെ ആയിക്കോട്ടെ, ഇങ്ങനെ വേണ്ട പറഞ്ഞ പിന്നാലെ നടക്കേണ്ട ഒരു കാര്യം സായിക്കും സിജോ. ഇതന്നെയാണ് ഞാനും പറഞ്ഞത്. ഇതുപോലെ പിരി നടക്കേണ്ട കാര്യം എന്താ? ഇന്നലെ രാത്രിയത്തെ ലൈവ് കണ്ടവർക്കെല്ലാം അറിയാം. നമുക്ക് അങ്ങ് ദേഷ്യം വന്നുപോയി. സത്യം പറഞ്ഞാൽ ആ ദേഷ്യം വന്നത് മൊത്തം സായിയോടും സിജോയോടുമാണ്. എന്തിനാണ് ഇങ്ങനെ പോകുന്നത് പുറകില്? അവിടെ നന്ദന പറയുന്നത് ഷോയുടെ ബഹളമാ. നന്ദന പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ബോധിപ്പിക്കാൻ നടക്കുന്നു, റൂം മാറിപ്പോയി കിടക്കുന്നു. എന്നിട്ട് തിരിച്ച് റൂമിൽ കിടക്കുമ്പോഴത്തേക്ക് വന്ന് സായിയും സിജോയും കൂടെ സംസാരിക്കാൻ വരുന്നു. ഉടനെ സായിക്ക് മോഹൻലാൽ കൊടുത്തിരുന്ന ആ വിഷുക്കണി എടുത്ത് കൈ കൊടുത്തപ്പോൾ അത് ആ വിഷുക്കണി കിട്ടും, അതെടുത്ത് കളയുക, അതെടുത്ത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുക, എടുത്തെറിയുക. ഇതൊക്കെയാണ് നടക്കുന്നത്. എന്നിട്ടാണ് പിന്നെ ഈ പുറകെ നടക്കുന്നത്. പല വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കമന്റുകളിൽ, പല വീഡിയോസിന്റെ താഴെയുള്ള കമന്റുകളും എല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇത് അത്ര നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് സായിക്കും സിജോയ്ക്കും. ഇതിന് പെങ്ങളുകുട്ടി ഔട്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവും. ഇനി സായിയും പെങ്ങളുകുട്ടി ഒരുമിച്ച് ഔട്ടാകുമെന്നും അറിയത്തില്ല, അങ്ങനെയും പറയുന്നവരുണ്ട്. അത് മാത്രമല്ല, നന്ദന മാത്രമാണ് ഔട്ടാകുന്നത് എങ്കിൽ ചിലപ്പോൾ സായിയും സിജോയും നല്ല ഒരു ഗെയിം കളിച്ചേക്കാം. അവർക്ക് പ്ലാനിങ് ഉണ്ട്, നല്ല ബെസ്റ്റ് പ്ലാനിങ് ഉണ്ട്. നമ്മൾ ആദ്യം പോലെ കണ്ടപ്പോൾ കളിയാക്കാറുണ്ട്, ഇവർക്ക് പ്ലാനിങ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ലെന്ന്. പക്ഷെ ഇവർ ഗെയിം വരുമ്പോൾ ഇവർക്ക് നല്ലൊരു പ്ലാനിങ് ഉണ്ട്, അതെങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ അവർ മാക്സിമം അവരത് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ ഈ പെങ്ങളുകുട്ടി ഇപ്പൊ ഇടയിലേക്ക് വന്നത് കൊണ്ട് ഇപ്പൊ ഇവർക്ക് പെങ്ങളുകുട്ടിയും രക്ഷിക്കണം, ഗെയിമും കളിക്കണം, ജയിക്കുകയും ചെയ്യണം. ഇത് മൂന്നും കൂടെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണെന്ന് കാണാം. എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ ചാനലില് സ്നേഹയുടെ ആ ഒരു വീഡിയോ ഉണ്ട്, എല്ലാവരും കയറി കാണുക. ഓക്കെ, ആരും നെഗറ്റീവ് കമന്റ് ഒന്നും ഇടാതിരിക്കുക. തീർച്ചയായിട്ടും അവരവരുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അത് അവരുടെ കൃത്യമായ അഭിപ്രായം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.